ലോഗോസ് ക്വിസ് മാസ്റ്ററിലേക്ക് സ്വാഗതം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായമാണ് ഇന്നത്തേത്. ഒന്നാമത്തെ ചോദ്യം: എത്രാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്നു നടന്നു എന്നാണ് യോഹന്നാൻ 2-ാം അധ്യായം 1 പറയുന്നത്? ഉത്തരം: 3-ാം ദിവസം. യോഹന്നാൻ 2:1 അനുസരിച്ച് വിവാഹ വീട്ടിൽ ആരുണ്ടായിരുന്നു? ഉത്തരം: യേശുവിന്റെ അമ്മ. അടുത്തത്: ആരെല്ലാം വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു? ഉത്തരം: യേശുവും ശിഷ്യന്മാരും. അടുത്ത ചോദ്യം: വിവാഹ വീട്ടിൽ എന്തു സംഭവിച്ചതായിട്ടാണ് യോഹന്നാൻ 2:3 പറയുന്നത്? ഉത്തരം: വീഞ്ഞ് തീർന്നുപോയി. അടുത്ത ചോദ്യം: വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ യേശുവിനോട് എന്തു പറഞ്ഞു? ഉത്തരം: അവർക്ക് വീഞ്ഞില്ല. അടുത്ത ചോദ്യം: അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ അമ്മയോട് യേശുവിന്റെ മറുപടി എന്തായിരുന്നു? ഉത്തരം: സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയുമായിട്ടില്ല. അടുത്ത ചോദ്യം: സമയമായിട്ടില്ല എന്ന മറുപടി കേട്ട യേശുവിന്റെ അമ്മ പരിചാരകരോട് എന്തു പറഞ്ഞു? ഉത്തരം: അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. അടുത്ത ചോദ്യം: എത്ര കൽഭരണികൾ അവിടെ വിവാഹ വീട്ടിൽ ഉണ്ടായിരുന്നു? ഉത്തരം: 6 കൽഭരണികൾ. അടുത്ത ചോദ്യം: എന്തിന് ഉപയോഗിച്ചിരുന്ന കൽഭരണികളായിരുന്നു അവ? ഉത്തരം: യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്നവ. അടുത്ത ചോദ്യം: ഓരോ ഭരണിയിലും എത്ര അളവ് കൊള്ളുമായിരുന്നു? ഉത്തരം: ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. അടുത്ത ചോദ്യം: യോഹന്നാൻ 2:7 യേശു എന്താണ് കൽപ്പിക്കുന്നത്? ഉത്തരം: ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ. അടുത്ത ചോദ്യം: പരിചാരകർ എത്രത്തോളം വെള്ളം നിറച്ചു? ഉത്തരം: വക്കോളം നിറച്ചു. അടുത്ത ചോദ്യം: ഇനി പകർന്ന് എവിടെ കൊണ്ടു ചെല്ലുവിൻ എന്നാണ് യേശു പരിചാരകരോട് പറയുന്നത്? കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ. അടുത്ത ചോദ്യം: ആരാണ് വീഞ്ഞായി മാറിയ വെള്ളം ആദ്യം രുചിച്ച് നോക്കിയത്? ഉത്തരം: കലവറക്കാരൻ. അടുത്ത ചോദ്യം: വീഞ്ഞായി മാറിയത് വെള്ളമാണെന്ന് ആര് അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്? ആര് അറിഞ്ഞു? ഉത്തരം: കലവറക്കാരൻ അറിഞ്ഞില്ല, പരിചാരകർ അറിഞ്ഞു. അടുത്ത ചോദ്യം: എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ, ആര് ആരോട് പറഞ്ഞു? കലവറക്കാരൻ മണവാളനോട്. അടുത്ത ചോദ്യം: കാന എവിടെയാണ്? ഉത്തരം: ഗലീലയിൽ. അടുത്ത ചോദ്യം: യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭം എന്ത്? ഉത്തരം: ഗലീലയിലെ കാനായിലെ അത്ഭുതം. അടുത്ത ചോദ്യം: കാനായിലെ അത്ഭുതങ്ങളിലൂടെ ആര് യേശുവിൽ വിശ്വസിച്ചു എന്നാണ് യോഹന്നാൻ 2:11 പറയുന്നത്? ഉത്തരം: അവന്റെ ശിഷ്യന്മാർ. അടുത്ത ചോദ്യം: യേശു ജെറുസലേമിലേക്ക് പോകാൻ കാരണം എന്ത്? യോഹന്നാൻ 2:13 എന്തു പറയുന്നു? ഉത്തരം: യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി. അടുത്ത ചോദ്യം: ദേവാലയത്തിൽ
യേശു ആരെയെല്ലാം കണ്ടതായാണ് പറയുന്നത്? ഉത്തരം: കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാൻ ഇരിക്കുന്നവരെയും. അടുത്ത ചോദ്യം: എന്തുപയോഗിച്ചാണ് യേശു വിൽപ്പനക്കാരെയെല്ലാം പുറത്താക്കിയത്? ഉത്തരം: കയറുകൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കി. അടുത്ത ചോദ്യം: വിൽപ്പനക്കാരോട് കൂടെ എന്തിനെയെല്ലാം പുറത്താക്കി? ഉത്തരം: ആടുകളെയും കാളകളെയും. അടുത്ത ചോദ്യം: നാണയമാറ്റക്കാരെ യേശു എന്തു ചെയ്തു? ഉത്തരം: നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് യേശു എന്ത് കൽപ്പിച്ചു? ഉത്തരം: ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ, എന്റെ പിതാവിന്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലം ആക്കരുത്. അടുത്ത ചോദ്യം: യേശു കച്ചവടക്കാരെ പുറത്താക്കിയപ്പോൾ ശിഷ്യന്മാർ അനുസ്മരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്? ഉത്തരം: സങ്കീർത്തനങ്ങൾ 69:9. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് ശിഷ്യന്മാർ അനുസ്മരിച്ചു. അടുത്ത ചോദ്യം: യേശു വിൽപ്പനക്കാരെയും നാണയമാറ്റക്കാരെയും ചമ്മട്ടി കൊണ്ട് പുറത്താക്കിയപ്പോൾ യഹൂദർ അവനോട് എന്തു ചോദിച്ചു? ഉത്തരം: ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? അടുത്ത ചോദ്യം: യേശുവിന്റെ അധികാരത്തെ ചോദ്യം ചെയ്ത യഹൂദരോട് യേശുവിന്റെ മറുപടി എന്തായിരുന്നു? ഉത്തരം: നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. അടുത്ത ചോദ്യം: ജെറുസലേം ദേവാലയം പണിയാൻ എത്ര വർഷമെടുത്തു എന്നാണ് യഹൂദർ പറയുന്നത്? ഉത്തരം: 46 സംവത്സരം. അടുത്ത ചോദ്യം: ഈ ദേവാലയം പണിയാൻ 46 സംവത്സരം എടുത്തു, വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? ആര് ആരോട് ചോദിച്ചു? ഉത്തരം: യഹൂദർ യേശുവിനോട്. അടുത്ത ചോദ്യം: എന്നാൽ യേശു പറഞ്ഞ ആലയം എന്തായിരുന്നു? ഉത്തരം: തന്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ് യേശു പറഞ്ഞത്. അടുത്ത ചോദ്യം: യോഹന്നാൻ 1:19 യേശു പറഞ്ഞ വചനം അവന്റെ ശിഷ്യന്മാർ എപ്പോൾ ഓർമ്മിച്ചു എന്നാണ് പറയുന്നത്? ഉത്തരം: അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ. അടുത്ത ചോദ്യം: അങ്ങനെ ഡാഷും ഡാഷും വിശ്വസിക്കുകയും ചെയ്തു. പൂരിപ്പിക്കുക. ഉത്തരം: വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും. അടുത്ത ചോദ്യം: പെസഹ തിരുനാളിൽ ജെറുസലേമിൽ വെച്ച് വളരെ പേർ യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചത് എന്തു കണ്ടിട്ടാണ്? ഉത്തരം: അവൻ ജെറുസലേമിൽ ആയിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ടിട്ട്. അടുത്ത ചോദ്യം: യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. ആരെ? കാരണം എന്ത്? ഉത്തരം: യേശു പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചവരെ അവൻ വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. അടുത്ത ചോദ്യം: മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. കാരണം എന്ത്? ഉത്തരം: കാരണം മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. അടുത്ത ചോദ്യം: കാനായിലെ അത്ഭുതത്തിനു ശേഷം യേശു എവിടേക്ക് പോയി? ഉത്തരം: കഫർനാമിലേക്ക്. അടുത്ത ചോദ്യം: കാനായിലെ അത്ഭുതത്തിനു ശേഷം യേശു ആരോടൊപ്പം കഫർനാമിലേക്ക് പോയി? ഉത്തരം: തന്റെ അമ്മയോടും ശിഷ്യന്മാരോടും കൂടെ.